കുംബ്ലങ്ങിയിൽ ആവേശം നിറക്കാൻ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ബസാർ ബ്രദേഴ്സ് റിയൽ എഫ്സിയും പീനട്ട് സോളാർ കുംബ്ലങ്ങിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒന്നാമത് ഓൾ കേരള ഓൾ കുംബ്ലങ്ങി ഫൈസ് ടൂർണമെന്റ് പത്മശ്രീ IM വിജയൻ കിക്ക് ഓഫ് ചെയ്യും. അന്താരാഷ്ട്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ. കുംബ്ലങ്ങിയിലെ കായിക പ്രേമികളുടെ ഹരമായി മാറിയ ബസാർ ബ്രദേഴ്സ് റിയൽ എഫ്സിയും പീനട്ട് സോളാർ കുംബ്ലങ്ങിയും ചേർന്ന് പുത്തൻവീട്ടിൽ നിബിൻ ആൽബി എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഒന്നാമത് ഓൾ കേരള ഓൾ കുംബ്ലങ്ങി ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. കുംബ്ലങ്ങി ജിയോൺസിമ ഫ്ലഡ് ലൈറ്റ് ടർഫിൽ നടക്കുന്ന മത്സരങ്ങൾ ഏപ്രിൽ 19-ന് ഇന്ത്യൻ ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പ്രമുഖരായ ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ രാജ്യാന്തര താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 26-ാം തീയതിയാണ് ഇതിന്റെ ഫൈനൽ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 4 കളികൾ വെച്ചിട്ടുണ്ട്. ഓൾ കേരള 3 കളി, ഓൾ കുംബ്ലങ്ങി 1 കളി, അങ്ങനെയാണ് ഞങ്ങൾ ക്രമീകരിച്ചേക്കുന്നത്. മത്സരത്തിലെ എല്ലാ ഇതിലും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഉണ്ട്. പിന്നെ കൂടാതെ ഇൻഡിവിജ്വൽ അവാർഡുകൾ എല്ലാ മത്സരങ്ങളിലും നമ്മൾ വില വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങളും സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ വേളയിൽ കേരള ഫുട്ബോൾ താരം ബിബിൻ ബോബൻ, DYSP ഷിജു PS, വനിതാ ഫുട്ബോൾ കോച്ച് രശ്മി രാജൻ എന്നിവരെ ആദരിക്കും. 1ാം സ്ഥാനക്കാർക്ക് എവറോളിംഗ് ട്രോഫിക്ക് പുറമെ കളത്തിൽ പറമ്പിൽ ദാമോദരൻ സ്മാരക സ്ഥിരം ട്രോഫിയും പീനട്ട് സോളാർ സ്പോൺസർ ചെയ്യുന്ന 30,000 രൂപ സമ്മാന തുകയായും 2ാം സ്ഥാനക്കാർക്ക് നാഗേരി വിജീഷ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും 15,000 രൂപയും ലഭിക്കും. പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ KD അനിൽകുമാർ, സ്മിത്ത് ലാൽ, അക്ഷയ്, ദിബിൻ ബോബൻ, അനു എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രമുഖരായ 16 ഫുട്ബോൾ ടീമുകളെയും കുംബ്ലങ്ങിയിലെ പ്രമുഖരായ 16 ഫുട്ബോൾ ടീമുകളെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച 7 മണിക്ക് ഇന്ത്യൻ ഫുട്ബോൾ താരവും പത്മശ്രീയുമായ ശ്രീ IM വിജയൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ ടൂർണമെന്റിന്റെ എല്ലാ നടത്തിപ്പിനും അതുപോലെ തന്നെ വിജയത്തിനും എല്ലാവരെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മുടെ കുഞ്ഞോമനകളുടെ നല്ല ഭാവിക്ക് നല്ല തുടക്കം അനിവാര്യമാണ്. അതിനായി ഞാൻ നിർദ്ദേശിക്കുന്നു സാൻഫോർഡ്. പഠനം ഇവിടെ ആരംഭിക്കുന്നു.